പ്രിയപ്പെട്ട ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സിംഗുലർ പ്ലൂറൽ എന്ന ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്നുള്ള ക്ലാസ്സാണ്. 2025-26 എന്നീ വർഷങ്ങളിൽ സിംഗുലർ പ്ലൂറൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എന്താണ് സിംഗുലർ പ്ലൂറൽ എന്നുള്ളത് പറഞ്ഞു തരാം. സിംഗുലർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകവചനം, പ്ലൂറൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനം. ഇപ്പോൾ ഉദാഹരണത്തിന് ബോയ്, BOY, ആൺകുട്ടി, അതിൻ്റെ ഇത് സിംഗുലർ ആണ്. ഇതിൻ്റെ പ്ലൂറലാണ് നോക്കുമ്പം ബോയ്സ്, ആൺകുട്ടി ആൺകുട്ടികൾ. എങ്കിൽ ഗേൾ, ഗേൾ ആണെങ്കിൽ ഗേൾസ്. ഇതാണ് സിംഗുലർ പ്ലൂറൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ബേസായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇവിടെ ഡാറ്റ എന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണും. ഡാറ്റ, DATA, ഡാറ്റ. ഡാറ്റ എന്ന് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഡാറ്റ എന്നുള്ളത്. ഡാറ്റ എന്ന വാക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. ഡാറ്റ എന്ന വാക്ക് സിംഗുലറോ പ്ലൂറലോ? ഇത് പ്ലൂറലാണ്, പ്ലൂറൽ ഫോമാണ് ഡാറ്റ. എങ്കിൽ ഇതിൻ്റെ സിംഗുലർ ഫോം എന്താണ്? 2025 ഡിഗ്രി പ്രിലിംസിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇങ്ങനൊരു ചോദ്യം ഉണ്ടായത്. ഡാറ്റയുടെ സിംഗുലർ ഫോം എന്താണ്? ഡാറ്റയുടെ സിംഗുലർ ഫോം, ഇതിൻ്റെ ആൻസർ ഡാറ്റം, DATUM. ഇത് സിംഗുലർ ഫോം, ഇത് പ്ലൂറൽ. ഈ ഒരു കാര്യം നല്ലപോലെ പഠിച്ചു വച്ചിരിക്കണം. അതിനകത്ത് ഓപ്ഷനകത്ത് തന്നെ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഡാറ്റാസ് എന്ന് കൊടുത്തേക്കും. ഇത് തെറ്റാണ്. നമ്മൾ പറയുമ്പോഴൊക്കെ പൊതുവെ സാധാരണ രീതിക്ക് പറയുമ്പോൾ ഇപ്പം ഏതെങ്കിലും വ്യക്തിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്തിന് അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ അത് തെറ്റാണ്. ഡാറ്റാസ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇംഗ്ലീഷിൻ്റെ ഒരു ഇത് പ്രകാരം അങ്ങനെ പറയാൻ പാടില്ല. ഡാറ്റ എന്നേ പറയാൻ പാടുള്ളൂ. ഡാറ്റ എന്ന് പറയുമ്പോൾ അറിയാലോ, പ്ലൂറൽ ഫോമാണ്. ഡാറ്റമാണ് ഇതിൻ്റെ സിംഗുലർ ഫോം. ഡാറ്റം, ഡാറ്റ. ഇതാണ് സിംഗുലർ പ്ലൂറൽ ഫോം. ഈ ഒരു കാര്യം നല്ലപോലെ പഠിച്ചു വച്ചേക്കണം. എങ്കിൽ അടുത്തൊരു കാര്യം തരാം. പല്ലിനെ നമ്മൾ പൊതുവെ ടീത്ത് എന്നാണ് പറയണത്, ശരിയല്ലേ? ഒട്ടുമിക്ക സ്ഥലത്തും ടീത്ത് എന്ന് പറയുന്നുണ്ട്. ടീത്ത്, ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. ടീത്ത് എന്ന് പറയുമ്പോൾ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഇവിടെ ടീത്ത് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ഫോമാണ്. ടീത്ത് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ഫോമാണ്. എന്നാൽ ഇതിൻ്റെ സിംഗുലർ എന്താണ്? അത് ടൂത്ത് ആണ്. ടൂത്ത്, ടീത്ത്, ടൂത്ത്, ടീത്ത്. സിംഗുലർ പ്ലൂറല്, സിംഗുലർ പ്ലൂറല്. ഈ സംഭവം പിടികിട്ടിയ ടൂത്ത്, ടീത്ത് സെറ്റാണല്ലേ? 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഡാറ്റം, ഡാറ്റ, ടൂത്ത്, ടീത്ത്. 2 കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ പ്ലൂറൽ സംഭവങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടുമെന്നൊക്കെ തോന്നും. പക്ഷേ അത് വെറുതെയാണ്. പഠിച്ചിട്ട് പോയാലേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് നോക്കി വെച്ചോളണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടൂത്ത്, ഇതിനെപ്പറ്റി തന്നെ 2022 +2 ലെവൽ സ്റ്റേജ് 3 പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തിലോട്ട് പോവാം. ഗൂസ് എന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണും. ഗൂസ്, GOOSE. ഗൂസ് എന്ന് പറയുമ്പം അത് നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ വാത്ത എന്നാണ് പറയുന്നത്. താറാവിനെ കണക്കിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഗൂസ്. ഗൂസ് എന്ന് പറയുമ്പോൾ അത് വാത്ത എന്ന പേരിലൊക്കെയാണ് എൻ്റെ ഈ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ഗൂസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ഫോമാണ്. ഗൂസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? 2025 ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗൂസിൻ്റെ പ്ലൂറൽ ഫോം ഗീസ്, GEESE. ഗൂസ്, ഗീസ് ആണ്. ഗൂസ് സിംഗുലർ ആണെങ്കിൽ ഇത് പ്ലൂറൽ ഫോം. ഈ സംഭവം പിടികിട്ടിയ ഗൂസ്, ഗീസ്. ഓക്കെ, 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ബോയ്സ് പറഞ്ഞു. ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണ്. നമുക്കത് കണ്ണുടച്ചുള്ളൂ, അത് പറയാൻ പറ്റും. അങ്ങനത്തെ സംഭവമാണിത്. ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഡാറ്റയുടെ സിംഗിൾ ഫോം എന്താണെന്നാണ്
ക്വസ്റ്റ്യനിൽ അന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡേറ്റം ഡേറ്റ. ആ പാട്ട് പോലെ പഠിച്ചു വെച്ചിരുന്ന പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കയറും. ഡേറ്റം ഡേറ്റ. ഓക്കെ, അതിനുശേഷം പറഞ്ഞതാണ് ടൂത്ത് ടീത്ത്. പിന്നെ പറഞ്ഞത് ഗൂസ് ഗീസ്. ഓക്കെ, 3 ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചിരുന്ന പെട്ടെന്ന് നമ്മളെ മനസ്സിനകത്ത് കിട്ടും. ഇത്രയും പറഞ്ഞു. ഇനി അടുത്തത് മങ്കി. മങ്കിയുണ്ട്, ഡോങ്കിയുണ്ട്. ഇത് രണ്ടും സിംഗുലർ ഫോമാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? നമ്മുടെ മനസ്സിനകത്ത് തന്നെ ഇപ്പം അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. എന്താണ്? മങ്കീസ്. ഡോങ്കി ആണെങ്കിൽ ഡോങ്കീസ്. ഇവിടെ ഞാനിത് തരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം. ഡോങ്കീസാണ്, മങ്കീസാണ്. പക്ഷേ സ്പെല്ലിങ്ങിലിട്ട് കുഴപ്പിച്ചളയും. പരീക്ഷയിൽ 4 ഓപ്ഷനിൽ സ്പെല്ലിങ്ങിലിട്ട് കുഴപ്പിച്ചളയും. ഇപ്പം മങ്കീസ് എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. MONKEYES ഇങ്ങനെയുള്ള രീതിക്ക് ചോദിക്കും. ഇതെങ്ങനെ ചോദിക്കുമെന്ന് അറിയാം. അതായത് ചില പരീക്ഷകൾ ഇപ്പം +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ചില പരീക്ഷകൾ ഭയങ്കര കടുപ്പമായിരിക്കും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര കടുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ വരേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ആൻസർ. ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ അറിയാം. പക്ഷേ ഇങ്ങനത്തെ 2 ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ കിളി പറക്കും. ഉള്ള കിളിയൊക്കെ അങ്ങ് പറന്നങ്ങ് പോകും. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം നിങ്ങളെ മനസ്സിനകത്ത് ഓർമ്മിച്ച് വെച്ചോളണം. മങ്കീസാണ്, ഡോങ്കീസാണ്. ഈ 2 സംഭവത്തിനെ പറ്റി ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സംഭവം നോക്കിക്കോളാം. അക്ഷരങ്ങളുടെ വ്യത്യാസം നമുക്ക് എല്ലാം അറിയാന്നുള്ള കാര്യങ്ങൾ തന്നെ. മങ്കി, ഡോങ്കി, അതെല്ലാം അറിയാന്നുള്ള കാര്യം. പക്ഷേ സ്പെല്ലിങ്ങിൻ്റെ ഇട്ട് കുഴപ്പിച്ച് കളയും. അവിടെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്തെടുക്കേണ്ട കാര്യം. സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. 2025 സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു സംഭവം നോക്കാം. കാക്ടസ്. ഇതെന്ന് പറയുമ്പം സിംഗുലർ ഫോമാണ് കാക്ടസ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? അതാണ് അതിൻ്റെ ഒരു ചോദ്യം. കാക്ടസ്. ഇവിടെ ഞാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടുമിക്ക ഭാഗത്തും നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് പോകാൻ വേണ്ടി സാധിക്കും. ആ കോഡ് എന്ന് പറയുമ്പം ലാസ്റ്റ് US വരണ ഭാഗങ്ങളിൽ അതിൻ്റെ അപ്പുറത്ത് പ്ലൂറൽ ഭാഗത്ത് ഐ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതൊരു കോഡ് പോലെ ഉപയോഗിച്ചോളണം. നമുക്ക് ഇത് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് സംഭവം പഠിക്കാൻ സമയമില്ലെങ്കിൽ ഈ ഒരു കോഡ് ഓർമ്മയിൽ വെച്ചിട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. US വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വരുമ്പം ഐ ചേർത്ത് കൊടുക്കണം. അതായത് ഇവിടെ US-ൻ്റെ കാര്യം മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര അക്ഷരങ്ങളുണ്ട്? CACT അല്ലേ? CACT. നേരത്തെ ഞാൻ പറഞ്ഞ കോഡായിട്ടുള്ള ഐ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. കാക്ടൈ. ഈ സംഭവം പിടിയിട്ട് കാക്ടൈ. പിന്നെ ഇതിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യനോട് പറഞ്ഞുതരാം. റേഡിയസ് എന്ന് കേട്ടിട്ടുണ്ടോ? റേഡിയസ്. ഇവിടെ US ഇല്ലേ? US എന്നാൽ അപ്പുറത്ത് പ്ലൂറലിൽ ചെല്ലുമ്പോൾ എന്ത് കൊടുക്കണം? ഐ കൊടുക്കണം. ഇതാണ് നമ്മളെ കോഡ്. റേഡി, US-ന് പകരം ഐ കൊടുക്കുന്നു. ഈ സംഭവം പിടിയിട്ടേ റേഡിയൈ. എങ്കിൽ വേറൊരു വാക്ക് തരാം. സിലബസ്. ഇവിടെയും US ഉണ്ട്. അതിനപ്പുറത്ത് എന്താവും? സിലബി. പ്രീട്ടിയ. ഈ ഐ ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മളെ കോഡ് ഭാഷ. സിലബി. ഈ ഒരു സംഭവം മനസ്സിലായ? എന്താണ് സംഭവം? US വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സിംഗുലർ ഫോം എടുക്കുമ്പോൾ ഇതെല്ലാം സിംഗുലർ ഫോമാണ്. ഇതെല്ലാം പ്ലൂറൽ ഫോം. സിംഗുലർ ഫോമിൽ ലാസ്റ്റ് US വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ അതിൽ ഐ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മളെ കോഡ്. US വന്നു, ഐ കൊടുത്തു. ഇവിടെയും US വന്നു, ഇവിടെ ഐ കൊടുത്തു. സിലബസ്, സിലബി. റേഡിയസ്, കാക്ടസ്.
സെറ്റാണല്ലേ. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫംഗസ്. ഫംഗസ് ഫംഗസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ബയോളജിയുടെ ഭാഗത്തൊക്കെ പഠിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. US ഉണ്ട്. അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? ഇത് സിംഗുലർ ഫോമാണ്. ഫംഗസിൻ്റെ പ്ലൂറൽ ഫോം എന്തായിരിക്കും? FUNG കോഡ് I കൊടുക്കുക. ഫംഗി. ഫംഗസ്, ഫംഗി. എങ്കിൽ വേറൊരു സംഭവം തരട്ടാ. ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല, നിങ്ങൾ പറയും. ഓക്കെ. സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ആൻസർ എഴുത്, എന്നിട്ട് നമുക്ക് നോക്കാം. ആൻസർ നമുക്ക് നോക്കാം. എന്തായിരിക്കും? സ്റ്റിമുലി. STIMUL. US പകരം I കൊടുക്കുന്നു. സ്റ്റിമുലി. സെറ്റാണല്ലേ? ഈ ഒരു കാര്യം സെറ്റാണല്ലേ? ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിനെ പറ്റി 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. VFA പരീക്ഷ 2023. ഞാനിപ്പോൾ ഇങ്ങനെ ഈ VFA എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ നിങ്ങളെ പുസ്തകത്തിൽ എഴുതിയിടണമെന്ന് വലിയ നിർബന്ധമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 1, 2, 3, 4, 5 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. കോഡ്, CODE, കോഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാക്ടസ്, കാക്ടി. പിന്നെ ഈ 2025 സിവിൽ പോലീസ് ഓഫീസർ അതിൻ്റെ പരീക്ഷയിലാണ് ഈ സംഭവത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കാക്ടസ്, കാക്ടി എന്നുള്ളത്. പക്ഷേ ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഈ സംഭവം ഡിലീറ്റ് ചെയ്ത് പോയി. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ടൈ. ഇതിന് മറ്റൊരു പ്ലൂറൽ ഫോം കൂടി ഉണ്ട്. അതെന്ന് പറയുമ്പം CACTUSES. ഇങ്ങനൊരു വാക്കുകൂടി ഇതിന് പ്ലൂറൽ ഫോമായിട്ടുണ്ട്. പക്ഷേ പൊതുവെ എല്ലായിടത്തും കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് കാക്ടൈ. ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പൊതുവെ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ പ്ലൂറൽ ഫോം അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആണ്. ആ ഒരു സംഭവം മനസ്സിലായേ? ഇതിൻ്റെ കാക്ടസ് എന്നുള്ളതിൻ്റെ 2 പ്ലൂറൽ ഫോമുകളാണ് കാക്ടി, കാക്ടസസ്. ഈ രണ്ടും ഇതിൻ്റെ പ്ലൂറൽ ഫോമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് കാക്ടൈ ഇതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ, PSCയുടെ ഓപ്ഷനിൽ ഈ 2 സംഭവങ്ങളുണ്ടായിരുന്നു. അത് മനസ്സിലായി? അതായത് PSCയുടെ ഓപ്ഷനിൽ 4 ഓപ്ഷൻ, നമുക്കറിയാം 4 ഓപ്ഷനാണ്. ആ 4 ഓപ്ഷനിൽ ഈ 2 സംഭവങ്ങളും ഇത് A ആയിട്ടും ഇത് B ഓപ്ഷനായിട്ടും പരീക്ഷയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവം ഡിലീറ്റായി പോയതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അടുത്തത് ഫിനോമിനൻ. ഫിനോമിനൻ എന്നെഴുതുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലൂറൽ സിംഗുലർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സ്പെല്ലിങ് പഠിച്ച് വെച്ചോളണം. അറിയാമല്ലോ, സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്ക്, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ PSC പരീക്ഷകളിൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ PHE, ഫിനോമെൻ ഓണ്. ഇവിടെ സ്പെല്ലിങ്ങിനെ പറ്റി പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗ്രാമർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രാമർ. എങ്ങനെയാണ് ഗ്രാമർ എഴുതുന്നത്? നിങ്ങളെ പുസ്തകത്തിൽ എഴുതിക്കൊള്ളേ. GRAMM. ഇവിടെ ഈ ഒരു ഭാഗത്ത് A ആണ്, E ആണ്. ഏത് വരും? ഇതാണ് എൻ്റെ ചോദ്യം. ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഗ്രാമർ എന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. ഗ്രാമറിൻ്റെ സ്പെല്ലിങ് തെറ്റുകൂടാതെ ആദ്യം പഠിച്ചിട്ടേ ബാക്കിയുള്ളത് പഠിക്കാവൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രാമർ എന്ന് എങ്ങനെ തെറ്റില്ലാതെ എഴുതാം, അത് ആദ്യം പഠിച്ചു വയ്ക്കണം. ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? GRAMMAR ആണോ ER ആണോ? നിങ്ങൾ എന്ത് എഴുതി? ഇതിൻ്റെ ആൻസർ A ആണ്. A. ഗ്രാമർ എന്ന് എഴുതുമ്പോൾ അതിൽ E എന്ന അക്ഷരം ഇല്ല. ഇതാണ് പ്രധാനമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട സംഭവം. പഠിച്ചു വെച്ചിരിക്കണം. കൊച്ചു പിള്ളേരൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ് ഗ്രാമർ എന്ന് എഴുതാൻ ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ഇത് പഠിച്ചു കൊടുക്കണം. ആദ്യം ഗ്രാമർ പഠിപ്പിക്കുമ്പം അതിൻ്റെ സ്പെല്ലിംഗ് ആണ് ആദ്യം പഠിപ്പിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഭവം മനസ്സിലായേ? ആദ്യം നിങ്ങൾക്ക് കൊച്ചുകുട്ടികളൊക്കെ വന്ന് ചിലപ്പോൾ ചോദിക്കും ഗ്രാമർ അല്ലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലാസ്സിൻ്റെ ആ ഒരു നിലവാരം കൂടും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഫിനോമിനൻ. ഫിനോമിനൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? സിംഗുലർ ഫോമാണ്. സിംഗുലർ ഫോമാണ് ഫിനോമിനൻ. ഫിനോമിനൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? അതിൻ്റെ ആൻസർ PHENOMENA. PHENOMENA ഫിനോമിന. ഫിനോമിനൻ, ഫിനോമിന. സമം പിടികിട്ടിയ? ഇത് പ്ലൂറൽ. സിംഗുലർ, പ്ലൂറൽ. സിംഗുലർ ഫോമാണ് ഫിനോമിനൻ, പ്ലൂറൽ ഫോമാണ് ഫിനോമിന. ഓക്കെ, സംഭവം സെറ്റാണല്ലോ. ഇത് സിമ്പിൾ കാര്യമാണ്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മയിൽ വെച്ചിരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ശരിയല്ലേ? പിന്നെ ഇത് പറഞ്ഞപ്പം ഒരു 3 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വേറൊരു ടോപ്പിക്കിലോട്ട് പോവാം. ബോയ് ഫ്രണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ബോയ് ഫ്രണ്ട്. ബോയ് ഫ്രണ്ട് എന്നുള്ളത് സിംഗുലർ ഫോമാണ്. എങ്കിൽ ഞാൻ ചോദിക്കണം, ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നേക്കാം. ഇതിന് ഞാൻ ഒരു 3 ഓപ്ഷൻ തരികയാണ്. എ ബോയ്സ് ഫ്രണ്ട്, ബി ബോയ് ഫ്രണ്ട്സ്, അടുത്ത സി ബോയ്സ് ഫ്രണ്ട്സ്. ഇങ്ങനെ 3 ഓപ്ഷൻ നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? ഇതാണ് എനിക്കറിയേണ്ടതായിട്ടുള്ള കാര്യം. ബോയ് ഫ്രണ്ട് എന്നുള്ളത് സിംഗുലർ ഫോമാണ് എങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? നിങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് സംഭവം ചോദിക്കണമെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണ് ചോദിക്കണം. കാരണം ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിസ്സാരം, എന്നാൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുകയും ചെയ്യും എന്ന് പറയുമ്പോഴത്തെ സംഭവമാണ് ഇത്. കാര്യം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ പണി കിട്ടും. ഇവിടെ ബോയ് ഫ്രണ്ട് ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുമ്പം ബി ആണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ബോയ് ഫ്രണ്ട്സ് എന്ന് പറയണം. ബോയ് ഫ്രണ്ട് എങ്കിൽ ബോയ് ഫ്രണ്ട്സ് എന്ന് പറയണം. നിങ്ങൾ നോക്കിക്കുകയാണ്, ഇത് ഈ എ ആയാലും സി ആയിരുന്നാലും ഒരേപോലെയും. കാരണം നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോകും. ശരിയല്ലേ? ഇപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. സത്യം പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴേ ഇത് പഠിച്ച് ലെവലാക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അതുകൊണ്ടാണ് ഈ പറയണത്. എനിക്കിതിപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഞാനിതിവിടെ പറയേണ്ട ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം നമ്മൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടണം. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഇനി എഴുതാൻ പോണ സംഭവത്തിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിക്കൊള്ളാം. ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഗേൾ ഫ്രണ്ട് സിംഗുലർ ഫോമാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? നിങ്ങളെ ബുക്കിലൊന്ന് എഴുതണം. ഞാൻ വെയിറ്റ് ചെയ്യാം. എഴുതിയ? എന്തെഴുതി? ഗേൾ ഫ്രണ്ട്സ്. ഇത് കിട്ടിയെങ്കിൽ നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ തന്നെ ഒരു ശരി കൊടുത്തോളാം. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ സെറ്റായി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഗേൾ ഫ്രണ്ട്സ്. എങ്കിൽ വേറെ സംഭവം തരാം. കിസ് ആണെങ്കിൽ എന്ത് എഴുതും? കിസ്, KISS, കിസ്. ഇത് നമുക്ക് പഠിച്ചു വച്ചിരിക്കണം. കിസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ഫോമാണ് കിസ്. എങ്കിൽ കിസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? അതറിയാമോ? കിസ്സസ്, KISSES, കിസ്സസ്. കിസ്സസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ബ്രദർ ഇൻ ലോ. ബ്രദർ ഇൻ ലോ ഇത് സിംഗുലർ ഫോമാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഇതാണ് എൻ്റെ ചോദ്യം. ഇതാണ് ബ്രദർ ഇൻ ലോ, ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? നേരത്തെ ഞാൻ തന്നതുപോലെ 2-3 ഓപ്ഷൻ തരാം. എ ബ്രദേഴ്സ് ഇൻ ലോ, ഇവിടെ എസ് ഉണ്ട്. പിന്നെ ബി ബ്രദേഴ്സ് ഇൻ ലോസ്. സി
ബ്രദർ ഇൻ ലോ. ലോസ്. ഇങ്ങനൊരു ചോദ്യം വരെയാണ്. ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഇല്ല, ഇവിടെ എസ് ഉണ്ട്. ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? ബ്രദർ ഇൻ ലോ. ഇതിൻ്റെ ആൻസർ ബ്രദേഴ്സ് ഇൻ ലോയാണ്. ഇത് രണ്ടും തെറ്റാണ്. തെറ്റ്. ഇതും തെറ്റാണ്. ബ്രദേഴ്സ് ഇൻ ലോസ് തെറ്റാണ്. ബ്രദർ ഇൻ ലോസ് തെറ്റാണ്. ആൻസർ ബ്രദേഴ്സ് ഇൻ ലോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് പ്ലൂറൽ ഫോം, ഇത് സിംഗുലാർ ഫോമാണ്. സംഭവം പിടികിട്ടിയല്ല. ഇതേ പാറ്റേണിലുള്ള 2-3 സംഭവം തരാം. ഇതിൻ്റെ ആൻസർ ഞാൻ എഴുതൂല, നിങ്ങൾ എഴുതും. ഓക്കെ. എങ്കിൽ ബ്രദേഴ്സ് ഇൻ ലോ എഴുതിയെങ്കിൽ ഫാദർ ഇൻ ലോ എന്തായിരിക്കും? ഫാദർ ഇൻ ലോ. അതുപോലെ തന്നെ മദർ ഇൻ ലോ. പിന്നെ അതുപോലെ തന്നെ സൺ ഇൻ ലോ. ഫാദറായി, മദറായി, സണ്ണായി. സിസ്റ്റർ ഇൻ ലോ. ഈ ഒരു മോഡൽ വെച്ച് നമുക്ക് 1, 2, 3, 4 എണ്ണം നിങ്ങൾ എഴുതിക്കൊള്ളണം. അതിൻ്റെ ആൻസർ ഞാൻ എഴുതൂല, നിങ്ങൾ എഴുതി ഇപ്പം കൊള്ളണം, ഇപ്പം ചെയ്തുകൊള്ളണം. ഇതിൻ്റെ ആൻസർ എഴുതിയായിരുന്ന സിമ്പിളായിട്ട് നമ്മൾ കണ്ണുടച്ചുകൊണ്ട് ആൻസർ പറയാൻ പറ്റും. എന്താണ്? ഫാദർ ഇൻ ലോ. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഫാദേഴ്സ് ഇൻ ലോ. കിട്ടിയ? ഫാദേഴ്സ് ഇൻ ലോ. ഇവിടെ എസ് എന്നുള്ള അക്ഷരം നമ്മൾ ചേർത്തതേ ഉള്ളൂ. ഫാദേഴ്സ് ഇൻ ലോ. സെറ്റാണല്ലോ. എങ്കിൽ ഇവിടെ എന്തായിരിക്കും? മദേഴ്സ് ഇൻ ലോ. മദേഴ്സ് ഇൻ ലോ. ഇവിടെ എസിൻ്റെ അടിയിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിയിലൊന്നും നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇത് സംഭവിക്കുന്നത്. പിന്നെ സൺ ഇൻ ലോ എന്തായിരിക്കും? സൺസ് ഇൻ ലോ. പിന്നെ സിസ്റ്റർ. ഇതിൻ്റെ കാര്യം കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ഇട്ട് പഠിച്ചോളണം. ഇത് PYQ ആണ്. PYQ എന്ന് പറയുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഇത് PYQ ആണ്, അത് PYQ ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത് ഒരു പ്രായമുള്ള ഒരു ചേച്ചി അവർ എൻ്റെ പറഞ്ഞ് എനിക്ക് PYQ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത്ര നേരം ഞാൻ PYQ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ലെന്ന് ആലോചിക്കുകയും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് PYQ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മുൻ വർഷ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും PYQ എന്താണെന്ന് അറിയണമെന്നില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ OP എന്ന് പറഞ്ഞു. നമ്മൾ ആശുപത്രി ചെല്ലുന്ന സമയത്ത് OP എന്ന് എഴുതി വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. OP എന്താണ്? OP അത് പലർക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ചില വാക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. OP എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യൻറ്റ്, OUT ഔട്ട് പേഷ്യൻറ്റ് എന്നുള്ളതാണ് OP എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ആശുപത്രിയിലാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ സിസ്റ്റർ ഇൻ ലോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തന്നെ പോകണം. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം സിസ്റ്റേഴ്സ് ഇൻ ലോ. സിസ്റ്റേഴ്സ് ഇൻ ലോ. ഈ സംഭവം പിടികിട്ടിയ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അറിയാലോ, കണ്ടു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട സംഭവം തോന്നും. പക്ഷേ നമ്മളിട്ട് കുഴപ്പിച്ചളയും ഇങ്ങനത്തുള്ള ഈ കിടിലൻ സാധനങ്ങൾ. ഓക്കെ, ഈ സംഭവം പഠിച്ചു വെച്ചോളണം. ഒരേ പാറ്റേണിലുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ബ്രദർ ഇൻ ലോ അതിൻ്റെ ഇതെല്ലാം നിങ്ങൾ പുസ്തകത്തിൽ മറച്ചു വയ്ക്കണം. എന്നിട്ട് പറയണം. ഇതിപ്പോൾ ബോർഡിൽ എനിക്ക് എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് പറയണം. ബ്രദർ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താണ്? ഇത് സിംഗുലർ, നമുക്ക് വേണ്ടത് പ്ലൂറൽ ഫോം. ബ്രദർ ഇൻ ലോ അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ബ്രദേഴ്സ് ഇൻ ലോ. ബ്രദേഴ്സ് ഇൻ ലോ ആണ് ഇതിൻ്റെ പ്ലൂറൽ ഫോം. എങ്കിൽ അടുത്തത് ഫാദർ ഇൻ ലോ അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഫാദേഴ്സ് ഇൻ ലോ. ഫാദേഴ്സ് ഇൻ ലോ പ്ലൂറൽ ഫോം. പിന്നെ പറഞ്ഞു മദർ ഇൻ ലോ. ഇത് സിംഗുലർ ആണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? മദേഴ്സ് ഇൻ ലോ. മദേഴ്സ് ഇൻ ലോ. സെറ്റാണല്ലേ? പിന്നെ പറഞ്ഞു സൺ ഇൻ ലോ. സൺ ഇൻ ലോ അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്?
സൺസ് ഇൻ ലോ, സൺസ് ഇൻ ലോ. സെറ്റാണല്ലോ. പിന്നെ പറഞ്ഞു സിസ്റ്റർ ഇൻ ലോ, അതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? സിസ്റ്റേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ. ഇത്രയും കാര്യം സെറ്റാണ്. ഇത് ഇത്രയും ഓക്കെ ആണല്ലേ. അടുത്തിലോട്ട് പോവാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഏകവചനം ബഹുവചനം എന്ന് പറയുമ്പം സിംഗുലർ പ്ലൂറൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, പറഞ്ഞുതരാം. ഒന്ന് ഡിയർ, DEER. ഇതിൻ്റെ സിംഗുലർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ഡിയർ എന്ന് തന്നെ എഴുതുന്നത്, പ്ലൂറൽ ഫോമിൽ എഴുതുമ്പം ഡിയർ എന്ന് തന്നെ എഴുതുന്നത്. സെറ്റാണല്ലേ. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. അടുത്തത് എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്. പിന്നെ എന്ന് പറയുമ്പം ഷീപ്പ്, ഷീപ്പ്. ഈ രണ്ട് സംഭവങ്ങൾ മുൻവർഷ ചോദ്യമാണ്, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ചുവപ്പ് മഷി പേനുണ്ട്, ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വിട്ടുകൊള്ളണം. ഓക്കെ. എയർക്രാഫ്റ്റ്, ഷീപ്പ്. എയർക്രാഫ്റ്റിൻ്റെ സിംഗുലർ എയർക്രാഫ്റ്റ് എന്ന് തന്നെ പറയണത്, ഇതിൻ്റെ പ്ലൂറലും എയർക്രാഫ്റ്റ് എന്ന് തന്നെയാണ് പറയണത്. ഷീപ്പ്, ഷീപ്പിൻ്റെ സിംഗുലർ എന്താണ്? ഷീപ്പ്. ഷീപ്പിൻ്റെ പ്ലൂറൽ എന്താണ്? ഷീപ്പ്. അത്രയേ ഉള്ളൂ. സംഭവം മനസ്സിലായ? എളുപ്പ പരിപാടി. ഇതാണ് നമ്മളെ എളുപ്പ പരിപാടി എന്ന് പറയുമ്പം ഡിയർ പറഞ്ഞു, എയർക്രാഫ്റ്റ് പറഞ്ഞു, ഷീപ്പ് പറഞ്ഞു. ഇനി അടുത്തത് സ്പേസ് ക്രാഫ്റ്റ്, SPACE, CRAFT. ഇതും സെയിം സംഭവങ്ങളിൽ നിന്ന് വരണത്. സീരീസ്, SERIES, സീരീസ്. നമ്മൾ ചില കാർട്ടൂണ്, അതുപോലെ തന്നെ ചില ഡ്രാമ, ഇതിൻ്റെയൊക്കെ സീരീസ് ആയിട്ടുണ്ടാവും. ശരിയല്ലേ? നമുക്കറിയാമല്ലോ, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ സീരീസുകൾ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും സെയിം തന്നെയാണ് പറയണത്. പിന്നെ സ്പീഷീസ്, SPECIES, സ്പീഷീസ്. സെറ്റാണല്ലേ. കുറച്ച് വാക്കുകൾ പറഞ്ഞോളൂ. ഡിയർ, എയർക്രാഫ്റ്റ്, ഷീപ്പ്, സ്പേസ് ക്രാഫ്റ്റ്, സീരീസ്, സ്പീഷീസ്. ജീൻസ്, ജീൻസിൻ്റെ സിംഗുലർ പ്ലൂറൽ രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് വരണത്. ജീൻസിനെ പറ്റി 2024 പത്തനംതിട്ട LDC പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് ഇപ്പം തന്നെ അടയാളപ്പെടുത്തി വെച്ചോളണം. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം തന്നെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറച്ചുകൂടെ ഒരു 10% കുറച്ചുകൂടെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള സംഭവമാണ് ഞാൻ ചുവപ്പ് മഷി പേനോട് അടയാളപ്പെടുത്തി വയ്ക്കണേ എന്ന് പറയണം. സംഭവം പഠിക്കിട്ടിയാ എളുപ്പ പരിപാടിയല്ലേ. കുറച്ച് 7 വാക്കുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡിയർ, എയർക്രാഫ്റ്റ്, ഷീപ്പ്, സ്പേസ് ക്രാഫ്റ്റ്, സീരീസ്, സ്പീഷീസ്, ജീൻസ്. 2 കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കമാൻഡർ ഇൻ ചീഫ്, നേരത്തെ ഇതിൻ്റെ ബാക്കിയാണ്. കമാൻഡർ ഇൻ ചീഫ്, കമാൻഡർ ഇൻ ചീഫ് അത് സിംഗുലർ ഫോമാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? കമാൻഡേഴ്സ് ഇൻ ചീഫ്. ചീഫ്. സെറ്റാണ്. ചീഫ്. ഇത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സംഭവമാണ്. നേരത്തെ ആ ഒരു പാറ്റേൺ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. കമാൻഡർ ഇൻ ചീഫ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിനെ പറ്റി 2023 ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2023 കാര്യമല്ലേ എന്ന് വിചാരിക്കരുത്, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. ഡിഗ്രി ലെവൽ പരീക്ഷ അറിയാലോ, നല്ല കടുപ്പമുള്ള പരീക്ഷകളാണുള്ളത്. നല്ല ആ ക്വസ്റ്റ്യൻസ് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെച്ചോളണം. ഇനി വരുന്ന +2 ലെവലുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ സംഭവം നോക്കിയിട്ടോണം പോയി. അതും ആർമി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ ഫോഴ്സിൻ്റെ, ഇപ്പം ഫയർ ഫോഴ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ പോലീസ് ആയിരുന്നാലും എക്സൈസ് ആയിരുന്നാലും ഇങ്ങനെയുള്ള ഫോഴ്സിൻ്റെ പരീക്ഷകൾ പോകുമ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. സെറ്റാണല്ലോ. 2023 ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യമാണ് സംഭവം. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. പാസർ ബൈ, PASSER, പാസർ ബൈ. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഇത്
സിംഗുലാർ ഫോം നമുക്ക് ആവശ്യം പ്ലൂറൽ ഫോം എന്താണ്? പാസർ ബൈ. അതിൻ്റെ സെയിം പാറ്റേൺ ഉപയോഗിച്ചാൽ മതി. പാസേഴ്സ് ബൈ ഇത്ര മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇത് സിംഗുലാർ ഫോം, ഇത് പ്ലൂറൽ ഫോം. സിംഗുലാർ പ്ലൂറൽ. പാസർ ബൈ, പാസേഴ്സ് ബൈ. എസിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. പാസർ ബൈ എന്ന് പറയുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് വഴിപോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്തിലൊക്കെ പറയും വഴിപോക്കർ എന്ന് പറയും. അതിന് പല ജില്ലകളിൽ പല ഇതായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്നും പറയുന്നതാണെങ്കിൽ തന്നെ ചുവപ്പ് മഷിപ്പേന കൊണ്ട് അടയാളപ്പെടുത്താൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ടും ചുവപ്പ് മഷിപ്പേന കൊണ്ട് അടയാളപ്പെടുത്തി പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുക. നിങ്ങളെ കമൻറ്റിന് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഇടുന്ന ഏതൊരു കമൻസിനും ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തന്നിരിക്കും. അതിന് ഒരു മാറ്റമില്ല, തന്നിരിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.